SSF ഈ ചർച്ച സംഘടിപ്പിച്ചിട്ടുള്ളത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ മുൻപൊന്നും ഒന്നുമില്ലാത്ത വിധം കടുത്ത ആശങ്കകളും മനസ്സംഘർഷങ്ങളും പിരിമുറുക്കവുമുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ പൊതു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. രാജ്യത്തിന് അസ്ഥിവാരമിട്ട ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ നമ്മുടെ രാജ്യത്ത് അത് തിരസ്കരിക്കപ്പെടുമോ, അത് നിരാകരിക്കപ്പെടുമോ, വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ മൂല്യങ്ങൾക്കുമേലെ കടന്നാക്രമണം നടത്തുമോ എന്ന ഒരാശങ്ക കൂടി നിലനിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ SSF ഈ ചർച്ചാ സമ്മേളനത്തിന് വേദിയൊരുക്കിയിരിക്കുകയാണ്. 1941 രൂപീകൃതമായ ഒരു പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം മുതൽ തന്നെ പ്രസ്ഥാനത്തിന്റെ ഈ സംഘടനയുടെ ആശയത്തെ, അതിൻ്റെ രാഷ്ട്രീയത്തെ എതിർത്തു പോന്ന ഒരു വിഭാഗമാണ് SSF ഉൾക്കൊള്ളുന്ന സുന്നി പ്രസ്ഥാനം. ആശയപരമായും രാഷ്ട്രീയപരമായും ജമാഅത്തിന്റെ നിലപാടുകൾ മുസ്ലിം സമുദായത്തിനും നമ്മുടെ രാജ്യത്തിനും ആശങ്കയും ഭീഷണിയും ഉയർത്തുന്നതാണ് എന്ന് ഇന്നോ ഇന്നലെയോ മാത്രമല്ല, ഒരു തെരഞ്ഞെടുപ്പിന്റെ പരിസരത്ത് മാത്രമല്ല, വളരെ നേരത്തെ തന്നെ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു വരികയും അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചു വരികയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് SSF. ഇന്ത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ പോലും ഭാവി നിർണയിക്കുന്നതിൽ ജമാഅത്ത് ഒരു ഘടകമല്ല എന്ന വസ്തുത അറിയുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്ക് പേടിച്ചുകൊണ്ടോ, ഈ വോട്ട് ബാങ്കിലൂടെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തിന്റെ വരും കാലത്തെ അതിൻ്റെ ഭരണകാര്യങ്ങളിൽ നേതൃപരമായ പങ്കുവഹിക്കുമോ എന്ന ആശങ്കയോ ഒന്നും യഥാർത്ഥത്തിൽ നമുക്കില്ല. കാരണം ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തകന്മാർക്കും പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു വസ്തുതയാണ് ജമാഅത്തിന്റെ ആൾബലം എത്രമാത്രമാണ് എന്ന്. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ നേരിട്ടും അല്ലാതെയും സ്ഥാനാർത്ഥികൾ നിർത്തിയും പുറത്തുനിന്ന് പിന്തുണ നൽകിയും മറ്റു ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭാഗധേയം വഹിക്കുവാൻ, പങ്കുവഹിക്കുവാൻ ജമാഅത്തെ ഇസ്ലാമിക്കും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ മറ്റു പല സംഘടനകളെയും അപേക്ഷിച്ച് പല സംഘടനകളെയും പോലെ അർഹതയുണ്ട് എന്ന് പറയാം. അതേ സ്ഥാനത്ത്
ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളിൽ, അതിന്റെ മതേതര കാഴ്ചപ്പാടുകളിൽ അതിൽ നിന്ന് വളരെ നേരത്തെ തന്നെ അകന്നു നിൽക്കുകയും ജനാധിപത്യ മതേതര മൂല്യങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു വന്ന ഒരു പ്രസ്ഥാനം. കുറച്ചു കാലമായി സെക്യുലർ വേഷമണിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി മാധ്യമപ്രവർത്തനം നടത്തുകയും ചെയ്യുമ്പോൾ ജമാഅത്ത് ഈ സമൂഹത്തിൽ പുറത്തു കാണിക്കുന്ന മുഖത്തെക്കാളും വളരെയേറെ ഭീബലിസമാണ്, ഭീകരമാണ് അതിന്റെ ആന്തരിക മുഖം എന്ന് ഒരുപക്ഷെ നിറഞ്ഞു നിൽക്കുന്ന പൊതുപ്രവർത്തനത്തെ വീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഭീകരാവസ്ഥ അവരറിയാതെ പോകരുത് എന്ന ഒരു താല്പര്യം സ്വാഭാവികമായും ഈ ചർച്ചാ സമ്മേളനത്തിന്റെ പിന്നിലുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ എത്ര തന്നെ ചെറിയ പാർട്ടിയായാലും ആ പിണക്കുന്നിടത്തും അവരെ പഴിക്കുന്നിടത്തും ഒരുപക്ഷെ പലർക്കും ഭയമുഖാംശങ്ങൾ. SSFനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഭയത്തിനോ ആശങ്കക്കോ യാതൊരു തരത്തിലുള്ള ഇടവുമില്ല എന്നതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയോടുകൂടെ ഈ ചർച്ചാ സമ്മേളനവും ഇതിന്റെ തുടർച്ചയും ഈ സംഘടന ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്ന വസ്തുത ഞാൻ ഇങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന ആശയമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഹുകൂമത്തെ ഇലാഹിയും ഇഖാമത്തുദ്ദീനിലൂടെയും കടന്നു വന്ന് ഇന്ന് വളരെ നേരത്തെ ആശയത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ പറയുകയും എഴുതുകയും ഒളിച്ചുവെക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും ബലികഴിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നെല്ലാം വളരെ പെട്ടെന്ന് കുതറിമാറിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പ്രവേശിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച അജണ്ട എന്ത് എന്ന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരും വിശിഷ്യ ഇസ്ലാം എന്ന് പറയുന്ന ഈ ആദർശ പ്രസ്ഥാനത്തെ ആശയപരമായി നെഞ്ചിലേറ്റുകയും ചെയ്യുന്ന മുസ്ലിങ്ങൾക്കും ബാധ്യതയുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് വിശുദ്ധ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആശയങ്ങൾ നിലനിർത്തുന്നതിനും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരു മതാധിഷ്ഠിതമായ രാഷ്ട്രം നിർമ്മിക്കണം എന്ന ചിന്ത ഒരു കാലത്തും പരിശുദ്ധ ഇസ്ലാമിനുണ്ടായിട്ടില്ല. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഏറിയ ഭാഗവും നീക്കിവെച്ചിട്ടുള്ളത്. ഒരു രാഷ്ട്ര നിർമ്മാണത്തിലൂടെ ഒരു മതാധിഷ്ഠിതമായ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നതിലൂടെ പിന്നീട് വേണം മതപ്രചാരം, ഇസ്ലാമിക പ്രവർത്തനം എന്ന ഒരാശയം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാരം സൃഷ്ടിക്കുന്ന ഒരു സംഗതിയാണ്. മതരാജ്യത്തും മതേതര രാജ്യത്തും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്ന ഒരു രാജ്യത്തും ഒരു മുസ്ലിമിന് ഈ 3 നിലപാടുകളിൽ നിൽക്കുന്ന രാജ്യത്തും ഒരു മുസ്ലിമിന് ജീവിക്കുവാനും അവന്റെ ആശയമനുസരിച്ച് ജീവിക്കുവാനുമുള്ള അവകാശമുണ്ട്. അതിന് പറ്റാവുന്ന ഒരാദർശം അവന്റെ മുൻപിലുണ്ട്. ഇതിൽ നിന്ന് വളരെയേറെ മാറി ചിന്തിച്ച് ആദ്യം ഒരു രാഷ്ട്രത്തെ മതാധിഷ്ഠിതമായ ഒരു രാഷ്ട്രം സ്വപ്നം കാണുകയും എന്നാൽ കടുത്ത ജനാധിപത്യ മതേതര ആശയങ്ങൾ നിലനിൽക്കുന്ന, അത് ശക്തമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത് അതേ അളവിൽ തുറന്നു പറയാൻ മടിക്കുകയും
ഉള്ളിലൂടെ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും നേരത്തെ അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് നേരത്തെ എഴുതി വച്ചതും പറഞ്ഞതുമായ ആശയങ്ങളെ ഇപ്പോഴും അതിനെ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് തികച്ചും സെക്യുലറുകൾ എന്ന രൂപത്തിൽ തന്നെ ചമഞ്ഞ് ഒരു രാഷ്ട്രീയത്തിന്റെ ഭൗതികമായ ഇസ്ലാമിക സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പൈതൃകങ്ങളെയും ഒക്കെ തകർത്ത് കളഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനവുമായി കെട്ടുപിണയുമ്പോൾ അതിന്റെ എല്ലാ തരത്തിലുമുള്ള ഭൗതികമായ വികൃതങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത് ഭാരമാണ്. ഈ അപകടം തിരിച്ചറിയാതെ പോകുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് SSF ഇവിടെ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇച്ഛാശക്തിയോടുകൂടെ ഈ ചർച്ചാ സമ്മേളനം SSF നടത്തുകയും ഇതിന്റെ ആശയം ഏറ്റെടുത്തുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സംഘടന തീരുമാനിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് തുടക്കമെന്ന നിലക്ക് വിപുലമായ തരത്തിൽ ഈ ചർച്ചാ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ പ്രഗത്ഭരും പ്രശസ്തരും നമ്മുടെ ഈ ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് KM ഷാജി MLA, MM നാരായണൻ, അതേപോലെ സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രതിനിധികൾ എല്ലാം നമ്മുടെ ഈ ചർച്ചാ സമ്മേളനത്തിൽ നമ്മളുമായി സംവദിക്കുന്നുണ്ട്. ബഹുമാന്യനായ C. ഹംസ സാഹിബ്, അജയ് P. മങ്ങാട്, പ്രസ്ഥാനത്തിന്റെ നേതൃത്വം എല്ലാവരും മഗ്‌രിബിന് ശേഷവും തുടരുന്ന നമ്മുടെ ഈ സമ്മേളനത്തിൽ സദസ്സുമായി അഭിമുഖീകരിക്കും എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് SSFന്റെ സംസ്ഥാന സെക്രട്ടറി M. അബ്ദുൽ മജീദ് നമ്മളോട് പ്രസംഗിക്കും. അതിനുശേഷം നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ ചർച്ചാ സമ്മേളനത്തിൽ പങ്കെടുത്ത് നമ്മളുമായി സംവദിക്കും എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ചർച്ചകൾക്ക് തുടക്കമിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹിതൻ അബ്ദുൽ മജീദിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദിയിരിക്കുന്ന സംഘടനയുടെ നേതാക്കളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സുന്നി യുവജന സംഘത്തിൻ്റെയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെയും പ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹൃദയരായ നാട്ടുകാരെ, ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തിൽ ഒരു മതസംഘടനയല്ല, ഗോപ്യമായ അജണ്ടകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പഴയ പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ ഒരിക്കൽ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ കസേരയിൽ കൈവച്ചുകൊണ്ട് മൗദൂദിക്ക് നേരെ അയ്യൂബ് ഖാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത്, ഇദ്ദേഹത്തിന് ആവശ്യമുള്ളത് ഈ കസേരയാണ് എന്നാണ്. ഈ മുല്ല മതത്തിന് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്, അധികാരത്തിന് വേണ്ടിയാണ് എന്നാണ് മൗദൂദിയുടെ മുഖത്ത് നോക്കി അയ്യൂബ് ഖാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി പ്രതിലോമപരതയുടെ രാഷ്ട്രീയമാണ് നമുക്കിടയിൽ വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ഫാഷിസത്തിനും തീവ്രവാദത്തിനും അടുക്കളകളുണ്ട്. ഈ അടുക്കളകളിൽ
വേവിച്ചെടുക്കുന്ന വിഭവങ്ങളിൽ വിഷം പുരട്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ജനാധിപത്യത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ഭയപ്പാടോടുകൂടി മാത്രമേ നിരീക്ഷിക്കാൻ കഴിയുകയുള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുറ്റത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് എന്നാണ് SSF വിചാരിക്കുന്നത്. ഇന്ത്യ ഭൂഖണ്ഡത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പിറകിൽ നമ്മൾ പരിശോധിച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ ആശയ സ്രോതസ്സുകളാണ് പ്രധാനമായും ഈ തീവ്രവാദ സംഘടനകൾ അനുവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൗദൂദിസം ഇസ്ലാമിലെ ഉപയോഗിക്കുന്നതിന്റെ പിറകിൽ വളരെ കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അള്ളാഹുവിന്റെ ഭരണം, ഇമാം തുടങ്ങിയിട്ടുള്ള പദാവലികൾ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ ഭരണത്തെയും ഇസ്ലാമിന്റെ ഭരണാധികാരിയായ അമീറിനെയും ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാവും. അതുകൊണ്ട് വിശ്വാസികൾ ജമാഅത്തെ ഇസ്ലാമി മുന്നിൽ വയ്ക്കുന്ന മൗദൂദിസ്റ്റ് സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദാവലികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു രാമരാജ്യം സൃഷ്ടിക്കാനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നും അങ്ങനെ ഒരു രാമരാജ്യം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ആ രാമരാജ്യത്ത് ഹൈന്ദവേതര വിശ്വാസികൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, അവർ ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിന് യഥാർത്ഥത്തിൽ സത്യസന്ധതയുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. പകരം ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തോടും ജനാധിപത്യത്തോടും കൂറുപുലർത്തുന്നവരാണ് ആണയിടുകയും എന്നിട്ടൊരു ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തെ, അതിനെ സത്യസന്ധതയുടെ രാഷ്ട്രീയം എന്ന് പറയാൻ നമുക്കൊരു ന്യായവും കാണുന്നില്ല. യഥാർത്ഥത്തിൽ മൗദൂദിസം ഈ രാഷ്ട്രീയമാണ് ഇവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്, പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് സ്വീകാര്യമല്ലാത്ത ഒരു അജണ്ട മുന്നിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അതിനെ സംശയിക്കുകയും ആ അജണ്ട സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക സ്വാഭാവികം. അങ്ങനെ വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിസ്റ്റ് സിദ്ധാന്തം എന്ന് പറയുന്നത് ഒളിച്ചു കടത്തേണ്ട ഒരു ആശയമാണ്. ജമാഅത്തെ ഇസ്ലാമി നമുക്കിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ അജണ്ടകളെ, അവരുടെ ആശയങ്ങളെ നമുക്കിടയിലേക്ക് ഒളിച്ചു കടത്തുകയാണ്. നമുക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാം. വളരെ മനോഹരമായ പദങ്ങൾ ഉപയോഗിച്ച്, സ്നേഹം വഴിഞ്ഞൊഴുകുന്ന വാക്കുകൾ ഉപയോഗിച്ച്, ജനകീയ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട്, ഒട്ടനേകം സമരങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു പൊതുമുഖം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പുതിയ കാലത്ത് മൗദൂദി സഹോദര പ്രസ്ഥാനങ്ങൾ. ഇങ്ങനെ ഒരു പൊതുമുഖം സ്ഥാപിച്ചെടുക്കേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പ്രചരണത്തിന്റെ ഭാഗമാണ്. നേർക്കുനേരെ ഈ സമൂഹത്തിന് മുമ്പിൽ സത്യസന്ധേന പറയാൻ ഒരാശയമില്ലാതിരിക്കുമ്പോൾ പൊതുവിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വളഞ്ഞ വഴികളാണ് ഇന്ന് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങൾ മതത്തിലെ പുരോഗമനവാദികളാണ് എന്നാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്.
എത്രമാത്രം മതത്തിൽ പുരോഗമനവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ നിന്ന് കുറെ അധികം മുന്നോട്ട് പോവുകയും എന്നാൽ മൗദൂദി നിഷ്കർഷിച്ച സിദ്ധാന്തം അതൊരു മറ്റൊരു യാഥാസ്ഥികത്വമാണ്. അതിന്റെ അകത്തു നിന്ന് ഒരടി മുന്നോട്ട് വെക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമല്ല. എങ്കിൽ പിന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പുരോഗമന മുഖം എടുത്തണിയുന്നത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പലർക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ യാഥാസ്ഥികത്വ മുഖം അറിയില്ല, പരിചയമില്ല. കഴിഞ്ഞ ദിവസവും മലപ്പുറത്ത് വെച്ച് ഒരു പ്രഭാഷണം നടന്നു. ആ പ്രഭാഷണത്തിലും നമ്മളോട് പാർട്ടി പ്രവർത്തകർ വിളിച്ചു പറഞ്ഞത്, ഇതുവരെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മുസ്ലിം രാഷ്ട്രീയ സംഘടനയ്ക്ക് പോലും കഴിയാത്ത ഒരു പുരോഗമന മുഖമാണ് വെൽഫെയർ പാർട്ടി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്താണ് ആ മുഖം? ആയിരക്കണക്കിന് സ്ത്രീരത്നങ്ങളെ, മുസ്ലിം സ്ത്രീകളെ അവരുടെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തെരുവിലിറക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണത്രേ ഈ മുന്നേറ്റം. സ്ത്രീകളെ പൊതുരംഗത്തിറക്കുന്നതിനെ കുറിച്ച് യഥാർത്ഥത്തിൽ മൗദൂദിസ്റ്റുകൾ എത്രമാത്രം യാഥാസ്ഥികരാണ് എന്നതിനെ കുറിച്ച് മൗദൂദി കൃതികൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയുടെ എല്ലാ കൃതികളും ഭാഷാന്തരം ചെയ്തിട്ടുണ്ടെങ്കിലും മൗദൂദിയുടെ സ്ത്രീവിരുദ്ധ കാഴ്ചപ്പാടുകളെ കുറിച്ച്, സ്ത്രീ വിഭാഗത്തെക്കുറിച്ചുള്ള മൗദൂദി കാഴ്ചപ്പാടിനെ കുറിച്ച് വിവർത്തനം ചെയ്യപ്പെടാത്ത ഒരു സാഹിത്യകൃതിയുണ്ട്. പർദ്ദ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ പിന്നെ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയിൽ സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അതൊരു കാപട്യമാണ്. ഇങ്ങനെ കാപട്യങ്ങളുടെ കലവറയാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി. മാധ്യമം ദിനപത്രം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പുറത്തിറങ്ങുന്ന ഒരു പത്രമാണ്. ആ പത്രത്തിൽ എന്തുകൊണ്ട് സ്ത്രീകളില്ല എന്ന ചോദ്യം വന്നു. മാധ്യമത്തിന്റെ എഡിറ്റർ AR അദ്ദേഹം പ്രതികരിച്ചത്, സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് സമ്മിശ്രമായി പ്രവർത്തിക്കുന്നത് അത് അപകടകരമാണ്, അതുകൊണ്ടാണ് മാധ്യമം ദിനപത്രത്തിൽ സ്ത്രീകളില്ലാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വീണ്ടും ജമാൽ കൊച്ചങ്ങാടിയോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ ദുരന്ത വശങ്ങളെ കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കി. അതിന്റെ ഡിസൈൻ ചെയ്തപ്പോൾ, ലേഔട്ട് ചെയ്തപ്പോൾ ഒരു സ്ത്രീയുടെ 2 കണ്ണുകൾ മാത്രം ജമാൽ കൊച്ചങ്ങാടി അതിൽ സെറ്റ് ചെയ്തു. AR ആ ചിത്രം വെട്ടി. അതിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും അബ്ദുറഹിമാൻ എന്ന മാധ്യമ എഡിറ്റർ അദ്ദേഹം പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിക്ക് സ്ത്രീ വിഷയത്തിൽ പാടുകളുണ്ട് എന്ന്. സോളിഡാരിറ്റി ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് സോളിഡാരിറ്റിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നില്ല? അതിന് ജമാഅത്തെ ഇസ്ലാമിക്കാർ കൊടുക്കുന്ന ഉത്തരം ഇങ്ങനെയാണ്: അതൊരു തീരുമാനത്തിന്റെ മാത്രം പ്രശ്നമാണ്. ഒരു തീരുമാനത്തിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ എന്തിനാണ് ഇത്രയും കാലം ആ തീരുമാനത്തിന് വേണ്ടി വൈകിച്ചത് എന്നൊരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാനുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയിൽ സ്ത്രീകൾക്ക് എത്രമാത്രം സാന്നിധ്യമുണ്ട് എന്നറിയാൻ 2000 ശേഷം മാത്രമാണ് ഷൂറയിൽ സൂറ വന്നിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ മൗദൂദികളുടെ ഒരു സ്ത്രീ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. എന്നാൽ അതിന്റെ ഏറ്റവും രസകരമായ ഒരു വശം കൂടിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതൃത്വം ഈ അടുത്ത ദിവസം ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. ഡൽഹിയിൽ ബലാത്സംഗം നടന്നപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതൃത്വം പറഞ്ഞത്, സ്ത്രീ പുരുഷ സമ്മിശ്രം അത് അപകടമാണ്, അതുകൊണ്ട് സ്കൂളുകളിൽ ആൺകുട്ടികൾ വേറെയും പെൺകുട്ടികൾ വേറെയും ക്ലാസ്സിൽ തന്നെ പഠിക്കണം എന്നാണ്. ഉടനെ പ്രതികരിച്ചത് സോളിഡാരിറ്റിക്കാരാണ്. അവർ ഈ ചോദ്യം, അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട് അവരുടെ മുമ്പിൽ, എന്തുകൊണ്ട് സ്ത്രീകൾ ജമാഅത്തെ ഇസ്ലാമിയിൽ സോളിഡാരിറ്റിയിൽ എന്ന ചോദ്യം. അതുകൊണ്ട് ഉടനെ ദേശീയ ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് സോളിഡാരിറ്റിയിലെ യുവശിംഗങ്ങൾ പ്രതികരിച്ചു. ആരിഫ് അലി എന്ന കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മാത്രം വിഷയം
വിഷയത്തോട് പ്രതികരിച്ചില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിയിൽ നമ്മൾ ധാരാളം സ്ത്രീകളെ കാണുന്നു? അതും ഒരു തന്ത്രമാണ്. മീഡിയ വൺ ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ ചാനലാണ്. മീഡിയ വണ്ണിന്റെ ഉദ്ഘാടന സമയത്ത് ആരിഫ് അലിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇനിമേലിൽ പരസ്യ കമ്പനികൾക്ക് മാറി ചിന്തിക്കേണ്ടി വരും എന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ചാനലുകളിലും ഉള്ള സ്ത്രീ നഗ്നതകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരസ്യം മീഡിയ വണ്ണിൽ സാധ്യമല്ല. എന്തുകൊണ്ട്? മീഡിയ വൺ ഒരു ഇസ്ലാമിക പ്രബോധന ചാനലാണ്. ആ ചാനലിന് മൗദൂദി സിദ്ധാന്തം അനുസരിച്ചല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ നമ്മൾ പ്രദർശനം തുടങ്ങിയപ്പോ എല്ലാ ചാനലുകളിലും കാണുന്ന എല്ലാതരം പരസ്യങ്ങളും മീഡിയ വണ്ണിലും കാണാൻ തുടങ്ങി. സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ വിഷയത്തെ ചോദ്യം ചെയ്തു. അവരോട് മീഡിയ വണ്ണിന് വേണ്ടി പണം സമാഹരിച്ചത് നിങ്ങൾക്ക് സ്വർഗം തരാം, പകരം നിങ്ങൾ സ്വർണം തരൂ എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും മീഡിയ വൺ എന്ന് പറയുന്ന ചാനലിന് വേണ്ടി സ്വാഭാവികമായും ചോദ്യം വരും. നേരത്തെ പറഞ്ഞ എല്ലാ അശ്ലീല പരസ്യങ്ങളും നമ്മുടെ ചാനലിനകത്തും ഈ ഇസ്ലാമിക ചാനലിനകത്തും വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതാണോ ഇസ്ലാമിക ദഅവത്ത്? ഇതാണോ ഒരു വേറിട്ട ചാനൽ? ഈ ചോദ്യത്തിന് മുമ്പിൽ മൗദൂദി നേതൃത്വം പറഞ്ഞ മറുപടി, നിങ്ങൾ തൽക്കാലം ക്ഷമിക്കണം. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം പ്രേക്ഷകരെ കണ്ടെത്തുക എന്നതാണ്, പരസ്യത്തിലൂടെ വരുമാനം നേടിയെടുക്കുക എന്നതാണ്. ഇത് രണ്ടും നേടിയെടുത്തു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നമുക്ക് അതിനുശേഷം ഇസ്ലാമിക ദഅവത്ത് സമ്പൂർണമായ മൗദൂദി സിദ്ധാന്തം അനുസരിച്ചുള്ള ഒരു ചാനലിനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രേക്ഷകരെ നേടുവോളം, പരസ്യം വരുമാനം നേടുവോളം നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് മൗദൂദി നേതൃത്വം അനുയായികളോട് പറഞ്ഞുകൊടുത്തത്. എങ്കിൽ ഇതേ തന്ത്രം തന്നെയാണ്, ഇതേ ഉത്തരം തന്നെയാണ് എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിയിൽ സ്ത്രീകൾ എന്ന ചോദ്യത്തിനും, എന്തുകൊണ്ട് ഈ ജനാധിപത്യ വ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടുന്നു എന്ന ചോദ്യത്തിനും, പൊതുവിഷയങ്ങളിൽ ഇടപെടുന്നു എന്ന വിഷയത്തിനും എല്ലാറ്റിനും ഉള്ളത് ഇതേ ഉത്തരം തന്നെയാണ്. നാളെ മൗദൂദി രാജ്യം സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ ഒരു മൗദൂദി രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അത് തീർത്തും മൗദൂദി സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിരിക്കും എന്ന ഒരു ഉത്തരവാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെക്കാനുള്ളത്. ഇങ്ങനെ വേഷം കെട്ടലുകളുടെ ഒരു രാഷ്ട്രീയം എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വീകരിക്കേണ്ടി വരുന്നു? ബഹുസ്വര രാജ്യത്ത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ മുൻവെക്കാൻ പറ്റുന്ന ഒരാശയമല്ല മൗദൂദി ആശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പുള്ളിയുടെ പുള്ളി ഒന്ന് തൽക്കാലത്തേക്കെങ്കിലും മായ്ച്ചു കളയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവർ ആട്ടിൻ തോലണിഞ്ഞത്. യഥാർത്ഥത്തിൽ ചെന്നായ അതിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കാതിരിക്കില്ല. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. 1941 മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഇന്ത്യയിൽ RSSനോടൊപ്പം 2 തവണ നിരോധിക്കപ്പെട്ട പ്രസ്ഥാനം കൂടിയാണ്. ഇസ്ലാമിനെ ഇത്രമേൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം കേരളത്തിലോ ഇന്ത്യയിലോ മറ്റൊരു സംഘടനയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യം ഉണ്ടായത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു മതേതര രാജ്യത്തും മതവിരുദ്ധ രാജ്യത്തും ജീവിതം അസാധ്യമാണ്. ഒരു മതരാജ്യത്ത് മാത്രമേ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സിദ്ധാന്തത്തെയാണ്, ഒരു അപകടകരമായ ഒരു സിദ്ധാന്തമാണ് ജമാഅത്തെ മുന്നോട്ട് വെച്ചത്. യഥാർത്ഥത്തിൽ ഇസ്ലാം മുസ്ലിം മതരാജ്യത്തും മതേതര രാജ്യത്തും മതവിരുദ്ധ രാജ്യത്തും എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതം കൂടിയാണ്. ധാരാളം തെളിവുകളുണ്ട്.
ഞാൻ ആ തെളിവുകളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഒരു മതരാജ്യത്ത് മാത്രമേ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയൂ എന്നും ഒരു മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ മതേതര രാജ്യത്തെ അട്ടിമറിക്കുകയാണ് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്നും അങ്ങനെ ഒരു മതേതര രാജ്യത്തെ ജനത്തെ അംഗീകരിക്കുക എന്ന് പറയുന്നത് പൈശാചിക ഭരണകൂടത്തെ അംഗീകരിക്കലാണ് എന്നും അത് ദൈവവിരുദ്ധമാണ് എന്നും ആ പൈശാചിക ഭരണകൂടത്തിൽ എന്ന് പറഞ്ഞാൽ താകൂത്തിയൻ ഭരണകൂടത്തിൽ ഭരണസ്ഥാനങ്ങൾ അലങ്കരിക്കുകയോ ഇവിടുത്തെ കോടതിയെയോ നിയമത്തെയോ അംഗീകരിക്കുകയോ ഭരണകൂടം നേതൃത്വം നൽകുന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കുകയോ വോട്ട് രേഖപ്പെടുത്തുകയോ ചെയ്യുന്നത് പോലും ഹറാമാണ്, ശിർക്കാണ് എന്നാണ് മൗദൂദി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ഇന്നും ആ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒട്ടനേകം ജമാഅത്തെ ഇസ്ലാമി കാരണവന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവർ വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ പോലും ഇന്നും വോട്ട് ചെയ്യാൻ തയ്യാറല്ലത്രേ. മൗദൂദി സിദ്ധാന്തം ഒരു ജനാധിപത്യ രാജ്യത്തോട് സ്വീകരിക്കുന്ന ഒരു സമീപനം ഇതാണ്. യഥാർത്ഥത്തിൽ ദീർഘമായ ഏതാണ്ട് 60 വർഷത്തോളം കാലം ഈ സിദ്ധാന്തവുമായിട്ടാണ് അവർ കേരളത്തിലും പ്രവർത്തിച്ചത്. ഇടയ്ക്ക് വെച്ച് 1958 ഹുക്കൂമത്തെ ഇലാഹി എന്ന താല്പര്യം മാറ്റിയിട്ട് സമം നിൽക്കുന്ന മറ്റൊരു പദം ഇഖാമത്തുദ്ദീൻ, രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്, സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമി ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ മുഖം മിനുക്കാൻ തുടങ്ങിയത്. എന്തുകൊണ്ട് ഇങ്ങനെ മുഖം മിനുക്കേണ്ടി വരുന്നു? ദീർഘമായ 60 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ നിന്ന് കേരളത്തിൽ ഒരു വേരോട്ടവും സിദ്ധിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയ രൂപഭാവങ്ങളോടുകൂടി പുതിയ അടവ് തന്ത്രങ്ങളോടുകൂടി ഈ സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പഴയ ആശയത്തിൽ നിന്ന് തിരിച്ചു പോയോ എന്നൊരു ചോദ്യമുണ്ട്. തീർത്തും ആ ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ്: മൗദൂദി സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടല്ലാതെ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോവില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പാകിസ്ഥാനിലും ഉണ്ട്, കാശ്മീരിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഈ 3 സ്ഥലങ്ങളിലെയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ നമ്മുടെ കേരളത്തിൽ മാത്രം ജമാഅത്തെ ഇസ്ലാമി എന്ന പേരുപയോഗിച്ചിട്ടല്ല അവർ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി എന്ന മറ്റൊരു പേര് സ്വീകരിച്ചിരിക്കുന്നു. കാപട്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരുപയോഗിച്ച് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് സാധ്യമല്ല? അവിടെയാണ് ഒട്ടേറെ സംശയങ്ങളുള്ളത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും കാശ്മീരിലെയും ജമാഅത്തെ ഇസ്ലാമി തീർത്തും പ്രതിലോമപരമായ രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അത് ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടികളാണ്. ഇവരുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് കൂടെ ആണയിടും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമികൾ. ഇനെത്തുന്നത് പലരും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ്. പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി എത്ര അപകടകാരികളാണ്! അവരുടെ സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബ പോലെയുള്ള അതിതീവ്രവാദ സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പോഷക സംഘടനകൾ പ്രവർത്തിക്കുന്നു. ബംഗ്ലാദേശിൽ എന്തുമാത്രം ക്രൂരതകളാണ് നടന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യഥാർത്ഥത്തിൽ 1971 പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് പിരിഞ്ഞു പോകുന്നത് മതത്തിൽ നിന്നുള്ള വിശ്വാസം കുറഞ്ഞതുകൊണ്ടല്ല, പ്രാദേശികമായ ഭാഷാപരമായ ഒരു വ്യത്യാസത്തിന്റെ പേരിൽ, അഭിപ്രായ ഭിന്നതകളുടെ പേരിലാണ് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് പിരിഞ്ഞു പോകുന്നത്. അവിടെ ഇസ്ലാമിയുടെ ഭാഗതത്വം എന്തായിരുന്നു? പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി ബംഗ്ലാദേശിന് വേണ്ടി വാദിച്ചിരുന്ന അവിടുത്തെ ജനസഞ്ചയത്തെ ക്രൂരമായി കശാപ്പ് ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ നിന്നും വായിക്കുന്നതാണ്. മതവിശ്വാസം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ പോലും അല്ല. മൗദൂദി രാഷ്ട്രീയ സിദ്ധാന്തം, ദേശാതിർത്തികളില്ലാത്ത
മൗദൂദിയൻ സിദ്ധാന്തത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി ഈ ആക്രമണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിന് നേതൃത്വം നൽകിയ, കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ യുദ്ധ കുറ്റവാളിയാണ് മുല്ല അബ്ദുൽ ഖാദിർ. അതുകൊണ്ട് ബംഗ്ലാദേശിലെ നീതിന്യായ കോടതി മുല്ല അബ്ദുൽ ഖാദിറിനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. മുല്ല അബ്ദുൽ ഖാദിറിനെ തൂക്കിക്കൊല്ലാൻ വിധി പുറപ്പെടുവിച്ച അഹമ്മദ് കബീർ എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെ മൗദൂദികൾ, ബംഗ്ലാദേശ് മൗദൂദികൾ ക്രൂരമായി കൊന്നു. അവസാനിച്ചില്ല. ബംഗ്ലാദേശിൽ വലിയ തോതിൽ വർഗീയങ്ങൾ അരങ്ങേറി. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് അനുകൂലികളായ ജനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. അതിന് നേതൃത്വം നൽകിയത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ലഷ്കർ-ഇ തൊയ്ബ അടങ്ങുന്ന അവിടുത്തെ തീവ്രവാദ സംഘടനകളായിരുന്നു. മുല്ല അബ്ദുൽ ഖാദിറിന്റെ മരണത്തിൽ അസ്വസ്ഥപ്പെട്ടത് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയും കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയും മാത്രമല്ല, സാക്ഷാൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുല്ല അബ്ദുൽ ഖാദിറിന്റെ വധവുമായി ബന്ധപ്പെട്ട് പത്രപ്രസ്താവന ഇറക്കി. ജമാഅത്തെ ഇസ്ലാമിയുടെ, സോളിഡാരിറ്റിയുടെ, SIO ഇവരടങ്ങുന്ന ജമാഅത്ത് സിദ്ധാന്തം അനുസരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരും നമ്മുടെ തെരുവിലിറങ്ങിയിട്ട് മുല്ല അബ്ദുൽ ഖാദിറിന് വേണ്ടി ബഹളം വെച്ചു. ഇതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് പാകിസ്ഥാനിലെയും കാശ്മീരിലെയും ബംഗ്ലാദേശിലെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജമാഅത്തെ ഇസ്ലാമി ഒന്നു തന്നെയാണ്. ഇവരുടെ എല്ലാവരുടെയും ആശയ സ്രോതസ് മൗദൂദിസം തന്നെയാണ്. ഇടയ്ക്ക് വെച്ച് അമീർ മൗദൂദിയെ തള്ളി പറയാൻ ശ്രമിച്ചു. കേരള ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം വന്നപ്പോ ആരിഫ് അലി എന്ന അമീർ എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ വേണ്ടി കൂടി ശ്രമിച്ചു. എല്ലാ മതസംഘടനകളെയും അവരൊക്കെ ഞങ്ങളുടെ കൂടെ നീക്കണം. മൗദൂദികൾക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വരുന്നത് മാത്രമാണ് അസത്യവാങ്മൂലം. മറ്റ് സംഘടനകൾക്കെതിരെ വരുന്നതൊക്കെ സത്യവാങ്മൂലവുമാണ്. എപ്പോഴും ഇത്തരം ശുദ്ധപ്രകൃതരാണ് ജമാഅത്തെ ഇസ്ലാമിക. ആരിഫ് അലി അദ്ദേഹം പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി ദേശീയ നേതൃത്വത്തെ, മൗദൂദിയെ എല്ലാ അർത്ഥത്തിലും അനുകരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. ചില വിഷയങ്ങളിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. നമുക്ക് തിരിച്ചു ചോദിക്കാം, ഏത് വിഷയത്തിലാണ് ഈ വിയോജിപ്പുള്ളത്? മൗദൂദിയുടെ ഏത് ആശയത്തെയാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് സ്വീകരിക്കാത്തത്? സത്യസന്ധതയോടുകൂടി കേരളത്തിലെ ജനങ്ങളോട് പറയണം. മൗദൂദിയുടെ ഈ സിദ്ധാന്തങ്ങളെ, ഈ ആശയങ്ങളെ, അതുമായി ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയാനുള്ള ഒരു ആത്മാർത്ഥത, സത്യസന്ധത ജമാഅത്തെ ഇസ്ലാമി കാണിക്കേണ്ടതായിരുന്നു. അവർ കാണിച്ചില്ല. മൗദൂദിയുടെ എല്ലാ പുസ്തകങ്ങളെയും IPH എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രസിദ്ധീകരണ വിഭാഗം ഇവിടെ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇന്നും ആ ആശയ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു പുസ്തകം പിൻവലിച്ചതായും നമുക്കറിയില്ല. ജമാഅത്തി മൗദൂദി ആശയങ്ങളുമായി വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നുകൂടി പറയാം. ഇറാനിയൻ വിപ്ലവം ജമാഅത്തെ ഇസ്ലാമിയെയും അന്ന് സോളിഡാരിറ്റി ഇല്ല, ജമാഅത്തെ ഇസ്ലാമിയ അനുയായികളെയും ഏറെ കോരിത്തരിപ്പിച്ച ഒരു വിപ്ലവമാണ് ഇറാനിയൻ വിപ്ലവം. ആ കാലയളവിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന ഇന്നത്തെ SIO അല്ല, അന്നത്തെ സിമി, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് സിമി. ഞങ്ങൾക്ക് സിമിയുമായി ബന്ധമില്ല എന്നും സിമി ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന അല്ല എന്നും പറയാനുള്ള ഒരു തൊലിക്കെട്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. പക്ഷെ അബ്ദുള്ളയോട് ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു തരും, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന തന്നെയായിരുന്നു സിമി എന്ന്. എപ്പോഴാണ് സിമിയും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വഴിപിരിഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി ഈ കാപട്യ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചപ്പോൾ ഇറാനിയൻ വിപ്ലവത്തിൽ ആവേശം പൂണ്ട സിമിക്കാർ അത് പറ്റില്ല എന്നും വിപ്ലവം ഇവിടെയും സാധ്യമാണ് എന്നും പ്രഖ്യാപിച്ചു. മൗദൂദികൾ പറഞ്ഞു, കേരളത്തിൽ, ഇന്ത്യയിൽ ഇപ്പോൾ വിപ്ലവം പ്രായോഗികമല്ല.
ഇതിന്റെ പേരിലാണ് സിമിയെ തള്ളിപ്പറയുന്നതിലേക്ക് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗദൂദിസം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു പൗരോഹിത്യ ഭരണമാണ്. അള്ളാഹുവിന്റെ മാർഗം എന്ന് പറയുന്നത് പോലും വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അമീർ ആരിഫ് അലി മൗലവിക്കും അസിസ്റ്റന്റ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മൗലവിക്കും നാളെ രാജ്യം ഭരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ ഉപയോഗിക്കുന്ന ഹീനമായ തന്ത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയം നമുക്ക് ഏറെ അപകടകരമാണ്. എന്തുകൊണ്ടെന്നാൽ മൗദൂദി രാഷ്ട്രീയത്തിന് കേരളത്തിലും ഇന്ത്യയിലുമുള്ള സാധ്യതകൾ എത്രമാത്രമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നീണ്ട 60 വർഷക്കാലം കഴിഞ്ഞപ്പോഴും ഇന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് നമ്മുടെ കേരളത്തിൽ പോലും, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമി വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നത്, അവിടെ പോലും ജനങ്ങളിൽ ഈ ആശയത്തിന് വേരോട്ടം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മൗദൂദി ഭരണം ഇവിടെ സാധ്യമാവുമെന്നും അതോടുകൂടി ഇന്ത്യയുടെ ജനാധിപത്യം തകർന്നു പോകുമെന്നും വിശ്വസിക്കാൻ മാത്രമുള്ള വിവരദോഷമുള്ളവരല്ല നമ്മൾ. പിന്നെ എന്തുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യം. ഈ രാഷ്ട്രീയം നമുക്ക് അപകടമാണ്. അത് മതേതരത്വത്തിന് മാത്രം അല്ല ഭീഷണിയാവുന്നത്, ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിനെതിരെയും ഭീഷണിയാണ്. എല്ലാ മതവിഭാഗത്തിനെതിരും ആണ് ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മുസ്ലിങ്ങളായ കേരളത്തിലും ഇന്ത്യയിലും ന്യൂനപക്ഷമാണ്. ഈ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെ പൊതുസമൂഹം ഏറെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്നു. മുസ്ലിങ്ങളുടെ വിശ്വാസ കർമ്മകാര്യങ്ങൾ പോലും മൗദൂദി സിദ്ധാന്തം അനുസരിച്ച് നിസ്കാരം നാളെ സ്ഥാപിക്കാനുള്ള ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു ഇടപെടലിന് വേണ്ടിയുള്ള ഒരു സൈനിക അഭ്യാസമാണ്, അതിനുള്ള ഒരു പരിശീലന കളരിയാണ് നിസ്കാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ, ഇന്ത്യയിലെ നിസ്കരിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവനും ഈ മതേതര രാജ്യത്തെ അട്ടിമറിച്ചൊരു ദൈവിക രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് അബദ്ധവശാൽ ഇവിടുത്തെ മറ്റു മതസ്ഥർ വിശ്വസിച്ചു പോയാൽ അതാണ് ഏറ്റവും അപകടകരം. ഒരു മുസ്ലിം ഭരണം സ്ഥാപിക്കപ്പെടും എന്ന് പറയുന്നത് അത് അപകടം ഏതെല്ലാം രീതിയിലാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ഒരു ഇസ്ലാമിക് ഭരണം ഇവിടെ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രതിവാദമുണ്ട്. ആ പ്രതിവാദം ഒരു ഹിന്ദുത്വ രാജ്യം ഇവിടെ ഉണ്ടാവണം എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയം ആർക്കാണ് ഗുണം ചെയ്യുന്നത്? അതിവിടുത്തെ സവർണ ഹൈന്ദവ രാഷ്ട്രീയത്തിനാണ്. എപ്പോഴും ഫാഷിസ്റ്റുകൾക്ക് വളരണമെങ്കിൽ ഒരു എതിർ ഫാഷിസത്തെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. വളരെ ന്യൂനപക്ഷമായ, ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കുമ്പോഴും വളരെ കൃത്യമായ താല്പര്യങ്ങളുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ മൗദൂദി ഫാഷിസം, അത് ഇവിടുത്തെ സവർണ ഫാഷിസത്തിന് എല്ലാ അർത്ഥത്തിലും അനുകൂലമാണ്, അനുപൂരകമാണ്. അതുകൊണ്ട് ഒരു തീവ്രവാദം ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് ഫാഷിസത്തിന് വളം നൽകുന്നതാണ്, ബലം നൽകുന്നതാണ് എന്നുള്ളത് കൊണ്ട് മൗദൂദി രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ രാഷ്ട്രീയത്തെ ചൂണ്ടിയിട്ടായിരിക്കും ഇവിടുത്തെ ഭൂരിപക്ഷ മത വർഗീയ രാഷ്ട്രീയം ശക്തിപ്പെടുന്നത്. അതുകൊണ്ട് ഈ മൗദൂദി രാഷ്ട്രീയം എന്ന് പറയുന്നത് മതേതരത്വത്തിന് ഭീഷണിയാണ്. ഇവിടെയുള്ള മുഴുവൻ മതവിശ്വാസികൾക്കും ഭീഷണിയാണ്. ഇവിടെയുള്ള മുഴുവൻ മുസ്ലിം വിശ്വാസികൾക്കും ഭീഷണിയാണ്. ഒന്നുകൂടി ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. മൗദൂദി രാഷ്ട്രീയം ഇവിടെ അധികാരത്തിൽ വന്നാൽ ഒരിക്കലും സമയമല്ല. ഇവിടെ സാക്ഷി കൊടുക്കും. മൗദൂദി രാഷ്ട്രീയം ഇവിടെ അധികാരത്തിൽ വന്നാൽ അപ്പോൾ പോലും ഒരു വലിയ ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി പാരമ്പര്യ വിശ്വാസികളോടുള്ള മൗദൂദി കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവർ മുസ്ലിങ്ങളല്ല എന്നും അവർ അപകടകാരികളായ വിഗ്രഹാരാധകരാണ് എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഭരണം ഇവിടുത്തെ വിശ്വാസികൾക്ക് ഒരു നിലയ്ക്കും യോജിക്കാൻ പറ്റുന്നതല്ല എന്നുകൂടി ഉണർത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.